ഓരോ ഇന്ത്യക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു മുതലാണ്. വർഷം 1988 പഞ്ചാബിൽ ഖലിസ്ഥാനി മൂവ്മെന്റ് കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സമയം. ഗോൾഡൻ ടെമ്പിളിന്റെ ഫുൾ കൺട്രോൾ കൈക്കലാക്കിയ ഖലിസ്ഥാനി മിലിറ്റൻസ് ആ ഒരു പുണ്യപരിപാവന സ്ഥലം തന്നെ അവരുടെ മിലിറ്റൻസി ഓപ്പറേഷന്റെ ബേസ് ആക്കി മാറ്റുന്നു. ഇന്ത്യക്ക് അതിനുള്ളിൽ എന്താ നടക്കുന്നത് പോലും അറിയാതിരിക്കുന്ന സിറ്റുവേഷൻ. ഏതൊരു തരത്തിലുള്ള ഡയറക്റ്റ് അറ്റാക്കും ചിലപ്പോൾ ഒരു വർഗീയ കലാപത്തിലേക്കോ രാജ്യവ്യാപകമായിട്ടുള്ള ആഭ്യന്തര യുദ്ധത്തിലേക്കോ പോലും നയിക്കാൻ സാധ്യതയുള്ള അത്രയും ഡേഞ്ചറസ് സിറ്റുവേഷൻ. ആ സമയത്താണ് ഓട്ടോറിക്ഷക്കാരന്റെ വേഷമണിഞ്ഞ ഒരു IB ഉദ്യോഗസ്ഥൻ ഗുരുദ്വാരയിൽ പ്രവേശിക്കുന്നത്. താൻ പാകിസ്ഥാന്റെ ചാരനാണെന്നും താനിവിടെ വന്നിരിക്കുന്നത് മിലിറ്റൻസിനെ സപ്പോർട്ട് ചെയ്യാനാണെന്നും ഖലിസ്ഥാനി മിലിറ്റൻസിനെ പറഞ്ഞു വിശ്വസിപ്പിച്ച് കൂടെ കൂടി. പിന്നീട് പെട്ടെന്നൊരു ദിവസം ഗുരുദ്വാരയിൽ നിന്ന് അപ്രത്യക്ഷനായ വ്യക്തി പിന്നീട് പ്രത്യക്ഷപ്പെട്ടത് ഇന്ത്യയുടെ വാർ റൂമിലായിരുന്നു. വിത്തിൻ ഡേയ്സ് ഗുരുദ്വാരയ്ക്ക് ഒരു പോറൽ പോലും സംഭവിക്കാതെ, ഒരു തരത്തിലുള്ള വർഗീയ വിദ്വേഷത്തിനും ഇടം കൊടുക്കാതെ NSTയുടെയും പഞ്ചാബ് സ്റ്റേറ്റ് പോലീസിന്റെയും നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ ഖലിസ്ഥാനി മിലിറ്റൻസിനെ കംപ്ലീറ്റ് ആയി ന്യൂട്രലൈസ് ചെയ്യുന്നു. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. 7 വർഷത്തോളം കാലം പാകിസ്ഥാൻ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ഇന്റലിജൻസ് വിവരങ്ങൾ ചോർത്തിയ സ്പൈ മാസ്റ്റർ, റാഞ്ചി കൊണ്ടുപോയ ഫ്ലൈറ്റിൽ കയറി തീവ്രവാദികളോട് നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്ത ഡിപ്ലോമാറ്റ്. He is none other than the most dangerous spy ever created by India, the James Bond of India, our national security advisor, Ajit Doval sir. ഇദ്ദേഹത്തിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇത്തരത്തിലുള്ള കഥകൾ നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ഈ ഇടുന്ന കണ്ടന്റ്സ് ഏതെങ്കിലും തരത്തിൽ ബെനിഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ, അതല്ല എന്തെങ്കിലും തെറ്റുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ, മെച്ചപ്പെടുത്തുവാൻ എന്തെങ്കിലും അവസരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും തന്നെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം.